എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾ രണ്ടാമത് ഒരു കട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജനൌഷധി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ്. ഉദ്ഘാടനത്തിന് കുറച്ച് ദിവസം മുമ്പുള്ള വീഡിയോ ആണിത്. അച്ഛനും അമ്മയും കൂടെ മരുന്നെല്ലാം അടുക്കി വയ്ക്കുകയാണ്. എന്ന് വെച്ചിട്ട് ഞാനിവിടെ ഒരു പണിയില്ലാണ്ടിരിക്കുകയാണെന്ന് ആരും വിചാരിക്കേണ്ട. എൻ്റെ പണി കഴിഞ്ഞ് ഞാൻ തളർന്നു വന്നിരിക്കുകയാണ്. ഇപ്പം മരുന്നുകളും സാധനങ്ങളൊക്കെ ഏകദേശം അടുക്കി കഴിഞ്ഞൊരു സമയമാണ്. ഇതിന് മുമ്പ് കുറച്ച് പെട്ടികളൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്ന വീഡിയോയും കാര്യങ്ങളും എടുക്കണം എന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിനുള്ള സമയവും സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന പഴഞ്ചൊല്ലിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഉള്ളതുകൊണ്ടൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാനും വെച്ചു. ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് തലേന്ന് കംപ്ലീറ്റ് ഞങ്ങൾ അവിടെ തന്നെ ആയിരുന്നു. രാത്രിയിലാണ് അലങ്കോല പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. കാരണം ചിച്ചു വരാൻ ലേറ്റായിരുന്നു. അവൾ വന്നിട്ടേ ബലൂൺ ഊതാവൂ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നതാണ്. എന്തായാലും കൊച്ചിന് നല്ല പനിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. അവൾക്ക് ഉദ്ഘാടനത്തിന് പങ്കെടുക്കാൻ പറ്റിയതുമില്ല. അങ്ങനെ എല്ലാവരും കൂടി ആഞ്ഞു പിടിച്ച് ഒരു 11-11:30 മണിയൊക്കെ ആയപ്പോൾ അലങ്കാരപ്പണിയും കാര്യങ്ങളൊക്കെ തീർന്നു. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. സമയം അടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലാണ് എല്ലാവരും. വ്യാപാര വ്യവസായ ഏകോപന സമിതി മണനാക്ക് യൂണിറ്റ് പ്രസിഡന്റ് സലാഹുദ്ദീൻ സാറാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മറ്റ് വിശിഷ്ട വ്യക്തികളും വേണ്ടപ്പെട്ടവരും ചേർന്ന് ഭദ്രദീപം കൊളുത്തി. അച്ഛാമ്മയ്ക്ക്, അതായത് അച്ഛൻ്റെ അമ്മയ്ക്ക് ഒരു പോർഷൻ കൈമാറിക്കൊണ്ട് ആദ്യ വിൽപ്പനയും ഭംഗിയായി നിർവഹിച്ചു. വക്കം മണനാക്ക് ജംഗ്ഷനിൽ ജനൌഷധി മെഡിക്കൽ ഷോപ്പ് ഉദ്ഘാടനം ഇന്ന് 10:15 നടന്നു കഴിഞ്ഞു. ഇത് കഴിഞ്ഞ 5 വർഷമായിട്ട് ഞങ്ങൾക്ക് വലിയ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ഞങ്ങൾക്ക് ഇതേ സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് ഇപ്പോഴാണ് അവസരം കിട്ടിയത്. മരുന്നിനൊക്കെ വളരെ വിലക്കുറവാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സംരംഭമാണ്. അതുകൊണ്ട് തന്നെ മരുന്നിനൊക്കെ ഒരുപാട് വില കുറഞ്ഞ് ആണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത്. അതുപോലെ സാനിറ്ററി നാപ്കിനൊക്കെ വെറും 10 രൂപയ്ക്കാണ് ഇതുവഴി ഞങ്ങൾ വിതരണം ചെയ്യുന്നത്. ഇതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സംരംഭമാണ്. അതുകൊണ്ട് മരുന്നിന് വളരെ വിലക്കുറവാണ്. എല്ലാവരുടെയും സഹകരണം ഇനിയും പ്രതീക്ഷിക്കുന്നു. ഇതുവരെ എല്ലാവരും ആറ്റിങ്ങൽ, ആലങ്കോട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇനി മുതൽ നമ്മുടെ മണനാക്കിലുള്ളവർക്കും മറ്റുള്ളവർക്കും എല്ലാം വളരെ വിലക്കുറവിൽ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. എല്ലാ നിലവാരത്തോടുള്ള മരുന്നുകൾ ലഭ്യമാണ്. ഒരു ഫാർമസിസ്റ്റ് എന്നുള്ള നിലയിൽ എൻ്റെ എല്ലാവിധ റെസ്പോൺസിബിലിറ്റിയും ഞാൻ ഈ സ്ഥാപനത്തിൽ അർപ്പിക്കുന്നതായിരിക്കും. ഗുണമേന്മയുള്ള മരുന്നുകൾ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ എത്തിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ജനൌഷധി കേന്ദ്രങ്ങൾ കൊണ്ടുവന്നത്. ഞങ്ങളുടെ 1ാം സംരംഭത്തോട് നിങ്ങൾ കാണിച്ച എല്ലാ സഹകരണവും ഇവിടെയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.